നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഈ തോട്ടുവരമ്പിന്റെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഒറ്റ ടേക്കിലായിട്ട് നമുക്കൊരു മനോഹരമായ നൃത്തം, കറക്റ്റ് 15 മിനിറ്റ് ടൈമിംഗ് കൊറിയോഗ്രാഫി കാണാം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കും നൃത്തം സ്പോൺസർ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യുക. രാവിലെ 9 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് മാത്രമായിട്ട് കോൾ ചെയ്യുക, ബാക്കി മൊത്തം വാട്സപ്പ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? ജന വാസുക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഇതിലെ ലെഫ്റ്റ്, ഇതിലേ കയറുക, റൈറ്റിലൂടെ ഇറങ്ങുക. റെഡി? 1 2 3. കുഴപ്പമില്ല, അത് അവരുടെ പേഴ്സണൽ ഇതല്ലേ, അവർ നിന്നോട്ടെ, കുഴപ്പമില്ല. റെഡി? 1 2 3. സൈലൻസ്. 1 2 3 സ്റ്റാർട്ട്.
നെഞ്ചിൽ തുടിയുണ്ടേ, തുടി കൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനെത്താനുണ്ടേ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. അതെങ്ങനെ പാട്ട് നിന്നേ? കളിച്ചോ? ഓക്കെ ഓക്കെ. അതല്ല മക്കളെ, ഏറ്റവും രസം എന്താ ലാസ്റ്റ് ആയപ്പോ സ്പീഡ് അങ്ങ് കൂടി. കുഴപ്പമില്ല മോളിച്ചിരി കൂടുതലായിട്ട് ഇങ്ങ് കവർ ചെയ്ത് വന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിലെ ഇറങ്ങിയിട്ട് അപ്പുറത്തൂടെ കേറാൻ. പിന്നെ ബോധമില്ലായിരുന്നു. ശരി മക്കളെ, വണ്ടി ഇപ്പൊ ഏറ്റവും ഇതെന്താന്ന് വെച്ചാൽ നല്ല മഴയുണ്ട്. നമ്മൾ ഉച്ച മുതലായിട്ട് ഉച്ച മുതലേ മഴയാണ്. പിന്നെ ഈ ഡാൻസിന്റെ അതൊന്ന് എടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും ഇങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ട് പിന്നെ നടന്നില്ല. അങ്ങനെ തന്നെ പെട്ടെന്ന് ടൈം തട്ടിക്കൂട്ടി ക്ലിയർ ചെയ്ത് 15 മിനിറ്റിൽ സെറ്റ് ചെയ്ത് ഡ്രസ് ചെയ്ത് വന്നു. പാറക്കുട്ടി ഓക്കെ. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി. ഞാൻ തെറ്റിച്ചു. ഫസ്റ്റ് പോർഷനെ തെറ്റിച്ചു, രണ്ടാമത്തെ പോർഷൻ തെറ്റിച്ചില്ല. ആദ്യത്തെ പോർഷൻ എന്തോ പെട്ടെന്ന് ബ്ലിങ്ക് ആയിപ്പോയി. എനിക്ക് കിട്ടാത്ത സാധനം കിട്ടി, അപ്പൊ കിട്ടുന്നത് പോയി. അങ്ങനെ അതുകൊണ്ട് മൊത്തത്തില് തെറ്റിപ്പോയി. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ പാട്ട് കറക്റ്റ് കേൾക്കാൻ പറ്റാത്ത പോലെ തോന്നി. എന്തോ അല്ല, ഞാൻ ബ്ലിങ്ക് ആയി പോയത് കൊണ്ടാണ്. കേൾക്കാൻ പറ്റുമായിരിക്കും, അതേ ഉള്ളൂ. നല്ല പാട്ട്. സോറി, നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? നല്ലയായിരുന്നു. ഞാൻ നല്ലതായിട്ട് കളിച്ചു. തെറ്റിയൊന്നുമില്ല, നല്ലയായിരുന്നു. തെറ്റിയില്ല, നല്ലതായിട്ട് കളിച്ചു. അഭിരാമി മോള് ചെയ്തതിൽ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടെ സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്യായിരുന്നു തോന്നി. നല്ല താളമുള്ള കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. മൈക്ക് വെക്കാം, കൊടുത്തോ? തുടികൊട്ടും അത് ഞാൻ ചെയ്യാനായിട്ട് വരുമായിരുന്നു. പക്ഷേ അത് ഞാൻ പാട്ട് പെട്ടെന്ന് മറന്നുപോയി. കരകാട്ടം കാണാന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു ഞാൻ. അപ്പോഴാണ് തുടിതാളോന്ന് ഓർത്തത്. അപ്പോഴും ഞാൻ കളിച്ച് പാട്ടിന് ഞാൻ വരി മറന്നുപോയോണ്ട് ഓടിയതാ. ശരി, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി മോളെ? നല്ലായിരുന്നു, കൊള്ളായിരുന്നു. നല്ല മഴയത്ത് ഇറങ്ങാൻ ഇച്ചിരി ആദ്യം മടിയായിരുന്നു, പിന്നെ ഇറങ്ങാൻ ആക്രാന്തത്തോടെ ഓടിയിരുന്നു. ഓക്കെ, ചെറിയൊരു മഴയുണ്ട്. നേരത്തെ കുഞ്ഞ പറഞ്ഞത് പെരുമഴയത്ത് ഇറങ്ങി കളിക്കാന്നാണ്. അത് പിന്നെ പനി പിടിച്ചു കഴിഞ്ഞാൽ കിടപ്പാവും. ഒന്നാമതൊരു വയ്യായികന്ന് മാറി വരുന്നു. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ അത് അടുത്ത വട്ടം നല്ലായിരുന്നു. മീൻസ് എല്ലാരും ചെയ്ത നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വയലും ഇതെല്ലാം നല്ല കൊള്ളാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? അന്തസ്സായിട്ട് ആദ്യത്തെ പോർഷൻ ഞാൻ തെറ്റിച്ചു. അതെ, അത് ഞാൻ ഭയങ്കര കോൺഫിഡൻസ് കളിച്ച് വരികയായിരുന്നു. കിട്ടും ദാകെടേ. രണ്ടാമത്തെ അടുത്ത് ആദ്യത്തെ കളിച്ച് അവിടെ ഒരു താളവും ഇല്ല, വെറുതെ അവിടെ സ്റ്റെപ്പ് കളിച്ച്. അത് എന്നോടൊന്ന് ക്ഷമിക്കണം, മറന്നുപോയതാ. ഓക്കെ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? അനാമിക മോള് ലാസ്റ്റ് ജെറ്റ് എൻജിൻ. അതെ, ഞാൻ നോക്കിയപ്പോ ഇനി സ്ഥലം ഇത്രയും ബാക്കി കിടക്കുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും എനിക്ക് ചേച്ചി ഇംപ്രസ് ചെയ്യണം, കുറെ സ്ഥലം കവർ ചെയ്യണം. പിന്നെ എനിക്ക് ടെൻഷൻ ആയി പോയി. എല്ലാവരും ഓടുന്നുണ്ട്, എനിക്ക് ടെൻഷൻ ആയി. ദൈവമേ, ഇവര് ചെന്ന് വീഴുവോ? അതെ, എനിക്ക് പിന്നെ നോക്കിയോടെ അഞ്ചുചേട്ടന്റെ അവസ്ഥ. അഞ്ചുചേട്ടന്റെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഓടുത്ത പാവം. പിന്നെ നല്ലതായിട്ട് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ലായിരുന്നു, തെറ്റിച്ചൊന്നുമില്ല. പിന്നെ അവസാനത്തെ ഇച്ചിരി കൈ നിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് അവസാനത്തെ കൈ നിടാന്ന്, സിറ്റുവേഷൻ നോക്കി ചെയ്യാന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല. ഉർവശി മാഡം ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്ത നല്ലൊരു ഫിലിമിലെ സോങ് ആണ്. എന്നാലും കുറച്ച് നാടൻ പെൺകുടികളായിട്ട് ഒറ്റ ടേക്കിലായിട്ട് മക്കൾ ഇത് ചെയ്തു. വളരെ ബാക്കിലോട്ട് വന്ന് അവരെ കാണുന്നില്ല. ഓക്കെ, കണ്ടു. അപ്പൊ ഇനി നമ്മുടെ നിത്യതയുടെ ഓൺലൈൻ ക്ലാസ്സിനും ഡാൻസ് സ്പോൺസർ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ 9 മുതൽ 5 വരെയുള്ള ടൈമിങ്ങിൽ കോളും അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ, ശരി. അയ്യോ, അതല്ല, ഏത് താളം വരുന്നിടത്തൊക്കെ അതല്ല, ഒരു ട്യൂൺ വരുന്നിടത്ത് കിട്ടായിരുന്നു. അപ്പൊ കാലം ഞങ്ങളുടെ തലയെ കണ്ടു ഞാൻ. മണ്ട, അയ്യോ കറുമ്പ മണ്ട, കാലെങ്ങനെയുണ്ട്? കരുമ്പന്റെ കാല് കുറവുണ്ടോ? ചിന്തനാ കാലിച്ചിരി ആരും അടിച്ചൊടിച്ചായിരുന്നു. പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഓക്കെ ആയി നടക്കുവാണ് ഇപ്പൊ. ഓക്കെ.